കർത്താവിൽ പ്രിയരെ, ദൈവവചനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. പത്രോസിനുണ്ടായ വിചിത്രമായ ഒരു ദർശനം, അതാണ് നമ്മളുടെ ചിന്താവിഷയം. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായത്തിൽ ഈ വിചിത്രമായ ദർശനത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു. ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവർ യാത്ര ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊർന്നല്യോസ് പറഞ്ഞയച്ചതായ 3 വ്യക്തികളാണ്. കൊർന്നല്യോസിനുണ്ടായ ഒരു ദർശനത്തിൻ്റെ അനന്തരഫലമായി 3 ആളുകളെ പത്രോസിനെ അന്വേഷിച്ച് പറഞ്ഞു വിട്ടു. അപ്പോൾ പത്രോസ് താമസിക്കുന്നത് ജോപ്പ എന്ന സ്ഥലത്താണ്. കൊർന്നല്യോസിൻ്റെ സ്ഥലത്ത് നിന്നും ജോപ്പയിലേക്ക് 36 മൈലുകൾ ആണ് ദൂരം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരെത്തുന്നതായ സമയം ഉച്ചസമയമാണ്. ആ സമയത്ത് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പത്രോസ് മാളിക മുകളിലേക്ക് കയറിപ്പോയി. എന്നാൽ അദ്ദേഹത്തിന് വിശക്കുകയും അതേസമയം കൂടെയുള്ള ആളുകൾ ആഹാരം തയ്യാറാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയം. ആ സമയത്താണ് പത്രോസിന് ഒരു ദർശനമുണ്ടാകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 10-ാം വാക്യം. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. He fell into a trance. 11-ാമത്തെ വാക്യം. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അപ്പോസ്തല പ്രവർത്തികൾ 10:12. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. 13-ാം വാക്യം. പത്രോസേ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന ഒരു ശബ്ദമുണ്ടായി. 14-ാം വാക്യം. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. 15-ാം വാക്യം. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 10:16. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. 17-ാം വാക്യം. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശീമോൻ്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. 18-ാമത്തെ വാക്യം. പത്രോസ് എന്ന മറുപേരുള്ള ശീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചു. 19-ാം വാക്യം. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. 20-ാമത്തെ വാക്യം. നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക എന്ന് പറഞ്ഞു. എന്നിട്ട് കൊർന്നല്യോസിൻ്റെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് പത്രോസ് ഒരു പ്രസംഗം നടത്തുകയാണ്. അവിടെ വെച്ച് പറയുന്ന വാക്കുകളാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 10:28. അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. God hath showed me that I should not call any man common or unclean. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി വിചിത്രമായ ഒരു ദർശനമാണ് പത്രോസിന് നൽകപ്പെട്ടത്. എന്നാൽ ആ പാഠം എന്ന് പറയുന്നത് ആഹാരത്തെക്കുറിച്ചായിരുന്നില്ല. എന്തായിരുന്നു പാഠം? സുവിശേഷം യഹൂദരല്ലാത്ത ആളുകളുടെ അടുത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന ഒരു വലിയ ദൂതാണ് ഈ ദർശനത്തിൽ കൂടെ പത്രോസ് കൊടുത്തത്. പത്രോസ് ഈ ദർശനത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് അതുതന്നെയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ചില
ആഹാര സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, പക്ഷികൾ, ജലജന്തുക്കൾ, അവ അശുദ്ധമാണ്, ആഹാരയോഗ്യമല്ല എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവയുടെയൊക്കെയും ശരീരഘടനയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ പത്രോസിന് ദർശനമുണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, പെന്തക്കോസ്ത് നാളിന് ശേഷം, ഈ അശുദ്ധ ജീവികളുടെ ശരീരഘടനയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. കൂടാതെ പത്രോസോ മറ്റേതെങ്കിലും വിശ്വാസിയോ അശുദ്ധം എന്ന് വിവരിച്ചിരുന്നതായ ഏതെങ്കിലും ഒരു ജീവിയെ, പന്നി തുടങ്ങി വിലക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ആഹാരമാക്കിയതായി, ഈ ദർശനത്തെ തുടർന്നൊരു മാറ്റം വരുത്തിയതായി എങ്ങും തന്നെ ഒരു രേഖ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ ദർശനം എന്ന് പറയുന്നത് ശുദ്ധവും അശുദ്ധവുമായ ആഹാരത്തെക്കുറിച്ച് ആയിരുന്നില്ല എന്നുള്ളത് വ്യക്തം. കൊർന്നല്യോസിൻ്റെ അടുത്തിൽ നിന്ന് പത്രോസിനെ ക്ഷണിക്കുന്നതിന് വേണ്ടി ആളുകൾ വരുമ്പോൾ ആ ക്ഷണം സ്വീകരിക്കുന്നതിന്, പത്രോസിനെ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ ദർശനം നൽകപ്പെട്ടത്. ഒരു ക്രിസ്തുവിശ്വാസിയായ വ്യക്തി തൻ്റെ ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എന്ന ബോധ്യത്തോടെ ശുദ്ധമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവനുണ്ട്. അതുകൊണ്ട് ഈ പത്രോസിൻ്റെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ആഹാരവും കഴിക്കാം എന്ന ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. ശുദ്ധവും അശുദ്ധവും തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ദൈവവചനത്തിൻ്റെ വെളിച്ചം, തിരുനാമത്തിന് സ്തോത്രം. അത് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ആഹാര കാര്യങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ മക്കളായി ജീവിപ്പാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.